ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി തടവിൽ വെച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. കോഴിക്കോട് അതിരൂപതയും താമരശ്ശേരി രൂപതയും സംയുക്തമായി സംഘടിപ്പിച്ച റാലിയിൽ നിരവധി പേർ പങ്കാളികളായി. മേഘാമാധവൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച സംഭവത്തിൽ കേരളത്തിലെമ്പാടും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഞായറാഴ്ച ദിവസമായ ഇന്ന് കേരളത്തിലെ പലയിടങ്ങളിലും രൂപതയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. കോഴിക്കോട് ജില്ലയിൽ 2 രൂപതകളുടെ നേതൃത്വത്തിലാണ് ഇന്ന് പ്രതിഷേധ പ്രകടനം നടന്നത്. കോഴിക്കോട് അതിരൂപതയുടെയും താമരശ്ശേരി രൂപതയുടെയും നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി പേർ പങ്കാളികളായി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് ലോകത്ത് എവിടെയും നടക്കാത്ത കാര്യങ്ങളാണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്നും ശുശ്രൂഷകളെ പോലും തെറ്റായി വ്യാഖ്യാനിക്കുന്ന സമീപനമാണ് ഉണ്ടായിരിക്കുന്നത് എന്നും മതനിരപേക്ഷതയും ഒപ്പം തന്നെ ഭരണഘടനയുമാണ് വലുത് എന്നും മദർ ഓഫ് ചർച്ച് വികാരി ഫാദർ ജെറോം ചിങ്ങത്തറ ഈ പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമായി അഭിപ്രായപ്പെട്ടു. നല്ല നല്ല കാര്യങ്ങൾ ആത്മാർത്ഥതയോടുകൂടി സത്യത്തിൽ അധിഷ്ഠിതമായിട്ട് ചെയ്തു നീങ്ങുന്ന കന്യാസ്ത്രീകളെയും വൈദികരെയും ഒക്കെ നോട്ടമിട്ട് അവരുടെ നേർക്ക് ആക്രോശ ശരങ്ങൾ ഉയർത്തിക്കൊണ്ട് അവരെ അകാരണമായിട്ട് തടങ്കിലടക്കുക എന്നുള്ളത് എവിടെയാണ് നമ്മൾ കേൾവിയിട്ടുള്ളത്? അത് നമ്മുടെ ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ. KRL-CBC റിലീജിയസ് കമ്മീഷന്റെയും കൊല്ലം രൂപതയുടെയും നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി പേരാണ് അണിചേർന്നത്. വ്യക്തിപരമായ പീഡനങ്ങൾ ക്ഷമിക്കുമെങ്കിലും ഇത്തരത്തിലുള്ള നെറികേടുകളെ എന്ത് വില കൊടുത്തും ചെറുക്കും എന്നതാണ് കൊല്ലം രൂപത അധ്യക്ഷൻ ബിഷപ്പ് റെമീജിയോസ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി പറഞ്ഞത്. ഇരിങ്ങാലക്കുട രൂപതയുടെ നേതൃത്വത്തിലും ഇന്ന് പ്രതിഷേധ പ്രകടനം നടന്നു. ഇരിങ്ങാലക്കുട ബിഷപ്പാണ് ഈ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തത്. ഏതായാലും വലിയ രോഷമാണ് ഇത്തരത്തിൽ കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചതിനെതിരെ ഉയരുന്നത്. ജാമ്യം ലഭിച്ചെങ്കിലും FIR നിലനിൽക്കുന്നു. അത് വരും ദിവസങ്ങളിൽ ഇതിനു ഭാഗമായി വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ ഇനിയും സംഘടിപ്പിക്കും എന്നതാണ് കേരളത്തിലെ വിവിധ രൂപതകൾ അഭിപ്രായപ്പെടുന്നത്. എന്തായാലും ജാമ്യം ലഭിച്ചില്ലെങ്കിലും FIR അത് നിലനിൽക്കുന്നുണ്ട്. കന്യാസ്ത്രീകൾക്കെതിരായ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ കോണുകളിൽ നിന്നടക്കമുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടായിരുന്നത്. മേഘാമാധവനാണ് റിപ്പോർട്ട് നൽകിയത്.